സുർജിത്ത് അയ്യപ്പത്ത് ചേർന്നു. സുർജിത്ത്, അപ്പോൾ രണ്ട് വീടുകളുണ്ട്. ആ രണ്ട് വീടുകളും അടുത്തടുത്തായിരുന്നു. രണ്ട് വീടുകളിലെയും ആളുകളെ ഇനി കണ്ടുകിട്ടാൻ ബാക്കിയുമുണ്ട്. സുർജിത്ത് ഉണ്ട്. ദിനേശിന്റെ കുടുംബത്തിലെ 3 പേരെ കണ്ടുകിട്ടാനുണ്ട്. 2 പേരെയാണ് കണ്ടുകിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ യൂനിസിന്റെ വീട്ടിൽ സമാനമായ ഒരു സ്ഥിതിയുണ്ട്. തൊട്ടടുത്ത വീടുകളാണ് ഇതെല്ലാം തന്നെ. ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു കൽവർട്ട് ഉണ്ട്, ഒരു ചെറിയ കുഞ്ഞു റോഡ്, ഒരു കൽവർട്ട് ഉണ്ട്. ആ കൽവർട്ടിന് അകത്ത് ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ജീവന്റെ തുടിപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിലൊരു വിവരം വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് റഡാർ പരിശോധന, റഡാർ പെനിട്രേറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. അതിൽ ചെറിയ നേരിയ സിഗ്നൽ എന്താണ് എന്നുള്ളത് വ്യക്തത, നേരിയ സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ് ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചത്. ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരാൾ നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ആ സിഗ്നൽ എന്താണ് എന്നുള്ളത് അറിയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ മനുഷ്യജീവനാണോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. അത് മറ്റെന്തെങ്കിലും ആകാം എന്നുള്ളതും ഇവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ്. ഈ കൽവർട്ടിനകത്ത് ഒരുപക്ഷെ ഈ കാണാതായ ആളുകളെ കാണാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ കൃത്യമായ രീതിയിൽ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുണ്ടക്കയിൽ നിന്ന് നമുക്കിപ്പോൾ നിലവിൽ. സുർജിത്ത്, ഈ ദുരന്ത മേഖലയിലെ ഈ റഡാർ പരിശോധന തുടങ്ങിയത് അധിക സമയമായിട്ടില്ല. അപ്പോൾ ദുരന്ത മേഖലയിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ പരിശോധന കിട്ടുകയും പരിശോധിക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടോ, അതോ ഇത് അവിടെ നിന്ന് കിട്ടുന്ന ആദ്യ സിഗ്നലാണോ സുർജിത്ത്? ദുരന്ത മേഖലയിൽ പലയിടത്തായി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു റിസൾട്ട് കിട്ടിയത് എന്നുള്ളതാണ് പറയുന്നത്. അതൊരു നേരിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ അല്ല. അത് മറ്റെന്തെങ്കിലും ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതിന്റെ എന്തായാലും ആ ഒരു പരിശോധനയിൽ ഒരു നേരിയ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഒരു ചേഞ്ചിങ്, ഒരു സിഗ്നൽ ചേഞ്ചിങ് നടന്നിട്ടുണ്ട്. ഒരു ലൈനിൽ ചെറിയൊരു നേരിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും അത് ജീവന്റെ തുടിപ്പ് എന്ന് പറയാവുന്ന ഇതാണെങ്കിൽ പോലും, പക്ഷേ അത് എത്രത്തോളം അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ദിനേശൻ, ഇപ്പൊ നേരത്തെ മുമ്പ് സംസാരിച്ച ദിനേശൻ ഈ പ്രദേശവാസി കൂടിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇത് ഇവിടെ ഒരു സാധ്യതയും ഇല്ല എന്ന് ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ പറയുന്നുണ്ട്. വെറുതെ മനുഷ്യർക്ക് പ്രതീക്ഷ കൊടുക്കരുത്, ഉറ്റവരാണ് പോയിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ വന്ന ഘട്ടത്തിൽ തന്നെ പറയുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു തുടർ പരിശോധന നടത്തിയ ശേഷമാകും വീണ്ടും ഇവിടെ തിരയണോ തിരയണ്ടേ എന്നുള്ള തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇത് ഒരു സുർജിത്ത്, ഇത് നമുക്കാണെങ്കിൽ നേരിയ സിഗ്നൽ വേരിയേഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥൻ്റെ ബൈറ്റ് ചോദിക്കുന്നത്. ബൈറ്റ് ചോദിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥൻ അത് ബ്രീത്തിങ്ങിൻ്റെ ബൈറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷകൾ വാനോളം ഉയരും സുർജിത്ത്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചോദിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷ പക്ഷേ ഇവർക്കില്ല. ഇവർക്ക് ഈ മണ്ണറിയുന്ന ആളുകൾ എന്ന നിലയ്ക്ക്, നാടറിയുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഈ ദിനേശ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. വെറുതെ പ്രതീക്ഷ തരരുതെന്ന് അവർ പറയുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്താ ഒരു മനുഷ്യജീവന്റെ സാന്നിധ്യമാകണം, ജീവൻ കുടിക്കുന്ന ഒരു ശരീരമാകണമെന്ന് നമ്മളും എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ എത്രത്തോളം അത് യാഥാർത്ഥ്യമാകുമെന്ന് വീണ്ടും തിരയുന്ന സാഹചര്യം, വീണ്ടും സിഗ്നൽ പരിശോധന നടത്തുന്ന സാഹചര്യത്തിലും തെരച്ചിൽ നടത്തുന്ന സാഹചര്യമാണ് അതുണ്ടാവുക. ഇവിടെ ഇപ്പോൾ JCB കൂടി എത്തിച്ചിട്ടുണ്ട്. യന്ത്ര സഹായത്താൽ അത് കൽവർട്ട് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആ നീക്കം ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആളിറങ്ങി പരിശോധിക്കുന്നുണ്ട്. ആളിറങ്ങി പരിശോധിച്ച ശേഷം ഇപ്പോൾ യന്ത്രം എത്തിച്ചിട്ടുണ്ട്. ആ യന്ത്രം എത്തിച്ചാൽ കുറച്ചുകൂടി വ്യക്തത വരും. ഇത് എന്താണ് അവസ്ഥ എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ചിത്രം അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൽ എത്രത്തോളം അതിനകത്ത് പുരോഗതി ഉണ്ടാകും, അതെന്ത് ജീവന്റെ തുടിപ്പാണോ അതോ മറ്റ് ശരീരമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തോ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മേഖലയിൽ എന്തോ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കൃത്യമായ രീതിയിൽ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ആ പരിശോധനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ പരിശോധന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. സുർജിത്ത്, അവിടെ തുടർച്ചയായി സിഗ്നൽ ലഭിച്ചു ആ മേഖലയിൽ നിന്നാണ് നേരത്തെ വന്ന മറ്റൊരു വാർത്ത. അത് എത്രമാത്രം ശരിയുണ്ട്? തുടർച്ചയായി ഒരേ സ്ഥലത്ത് തന്നെ സിഗ്നൽ വരുന്നു, അത് നേരത്തെ പറഞ്ഞ സിഗ്നൽ, സമാനമായ സിഗ്നൽ തുടർച്ചയായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണോ ഈ രീതിയിലൊരു തിരച്ചിൽ ഇങ്ങനെ നടക്കുന്നത്? എന്താണെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ച് കുറേ സമയം അങ്ങനെ പരിശോധന നടക്കുകയാണ്. അത് ഈ കൾവർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ വഴി, ഒരു ചെറിയ
ഊടുവഴി എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന വഴിയാണ്, ഒരു ഡ്രെയിനേജിനോട് ചേർന്ന വഴിയാണ്. ആ ഊടുവഴിയിൽ നിന്ന് ഡ്രെയിനേജിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ബലമായ സംശയം. അത് ഇനി മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ എന്നതാണ് സംശയം. ആ, ആ, അതിനുള്ളിൽ കഴിഞ്ഞ കുറേ സമയമായി നിരന്തരമായ പരിശോധനയാണ്. അതുകൊണ്ടാണ് പിന്നെയും എന്തെങ്കിലും പ്രതീക്ഷയുടെ അംശമുണ്ടോ നമ്മൾ ഹോപ്പിംഗ്, നമുക്ക് കൃത്യമായി അറിയാം ഇത് ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പാണ്. സുർജിത്ത് പറയുകയാണ് അവിടെ നിൽക്കുമ്പോൾ അവർ ദിനേശ് എന്ന് പറയുന്ന അവരുടെ സ്വന്തം വീട്ടുകാർ മണ്ണിനടിയിൽ എവിടെയാണെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് പോലും പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നേരിയ പ്രതീക്ഷയാണ്, ഹോപ്പാണ് എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ കൂടിയും നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകുമെന്ന് അറിയില്ല. അവിടെ പരിശോധന ഇപ്പോൾ സജീവമായി നടക്കുന്നു. എനിക്കൊന്ന് ഇത്തരത്തിൽ കുറച്ച് ലോക്കലൈസ്ഡായ പരിശോധന ദുരന്തഭൂമി നമ്മൾ ആദ്യമായി കാണുകയാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ കണ്ടെത്തി അവിടെ. ആ സിഗ്നൽ കുറച്ച് ബലമുള്ള സിഗ്നലാണെന്ന് തന്നെ പറയുന്നുണ്ട്. അത് ശ്വാസത്തിൻ്റെ സിഗ്നലാണ്, ഒരു ബ്രീത്തിങ്ങിൻ്റെ സിഗ്നലാണ്. ആ ബ്രീത്തിങ് സിഗ്നൽ ആകുമ്പോഴാണ് ബ്ലൂ കളറിൽ വരിക, ബ്ലൂ വേരിയേഷൻ വരിക എന്ന് നടത്തിയ ഉദ്യോഗസ്ഥൻ പറയുന്നു. പക്ഷേ അത് മനുഷ്യനാണോ അത് മൃഗമാണോ എന്ന സംശയമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അതിൻ്റെ ആകൃതിയോ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. പക്ഷേ ഒരു വലിയ മൃഗമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേയധികം പേർ അത് ഫിഷ് ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഫിഷോ ഇഴജന്തുക്കളോ അങ്ങനെ പാമ്പോ അങ്ങനെയല്ല, വലിയ മൃഗമാണ് എന്ന് പറയുന്നത്. അപ്പോൾ പശു എന്നതേ ഉദാഹരിക്കാൻ കാരണം ഒരു വലിയ ആകൃതി എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കാൻ കാരണം. അത് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അത് ബ്രീത്തിങ്ങിൻ്റെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് ശ്വാസഗതിയിൽ സാധാരണ എത്രത്തോളം നേരിയതാണെങ്കിൽ കൂടിയും ശ്വാസഗതിയിൽ ഇതിൻ്റെ സിഗ്നലിൽ ഉണ്ടാകുന്ന നേരിയ വേരിയേഷനെ കുറിച്ച് അദ്ദേഹം പറയുകയായിരുന്നു. അതിനുശേഷം ആ മേഖലയിൽ കുറേ അധികം സമയം പരിശോധന നടത്തി. അവിടെ ഒന്നും കണ്ടില്ല. ഈ വീട് യൂനുസിൻ്റെ വീടിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ അധികം സമയം പരിശോധന നടത്തിയിട്ടൊന്നും കണ്ടില്ല. അടുക്കള ഭാഗം എന്ന് പറഞ്ഞു, അതിന് ഒന്നും കണ്ടില്ല. അതിനുശേഷമാണ് അതിന് തൊട്ട് താഴെ, അതായത് നേരത്തെ നമ്മൾ സംസാരിച്ച യൂനുസും ദിനേശും 2 പേരാണ്. അവർ സുഹൃത്തുക്കളാണ്, ചെറുപ്പം മുതലേ അറിയാവുന്നവരാണ്. വീടുകൾ അടുത്തടുത്താണ്. യൂനുസിൻ്റെ വീട്ടിൽ കാണാനുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിനെയാണ്. ഈ ദിനേഷിൻ്റെ വീട്ടിൽ കാണാനുള്ളതും 2ഓളം പേരെ ദിനേഷിൻ്റെ വീട്ടിൽ കാണാം. അപ്പോൾ മൊത്തം ഈ മേഖലയിൽ ഒരു 3 പേരെങ്കിലും കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടുകൾ അടുത്തടുത്താണെന്ന് പറയുമ്പോൾ 3 പേരെങ്കിലും കാണാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് ആരെങ്കിലും ഒരാളാണോ എന്നുള്ളതാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം. അവിടെ സ്ഥലം കുഴിച്ചുള്ള പരിശോധനയാണ്. അവിടെ ഒരു കൾവർട്ട് എന്ന് പറയുന്ന സാങ്കേതിക പറയുന്ന ചെറിയ വഴി അവിടെയുണ്ട്. അതിനുള്ളിൽ അത് ഇത്രയും നേരം മണ്ണ് മൂടി അങ്ങനെ കിടക്കുകയായിരുന്നു. ഇവിടെ ഈ വീടിലെ അടുക്കള ഭാഗത്തെ മണ്ണ് മാറ്റിയപ്പോഴാണ് അതിന് തുറന്നു വരുന്നത്. അത് തുറന്നു വന്നപ്പോൾ രക്ഷാപ്രവർത്തകർ. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ചില വിവരങ്ങൾ കൂടെ എനിക്ക് തോന്നുന്നു അവിടെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ സുർജിത്ത്, ഈ കൾവേർട്ടിനുള്ളിൽ ഇപ്പോൾ ആളുകൾ ഇറങ്ങി പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണെന്നല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കൾവേർട്ടിന്റെ മുകൾ ഭാഗം ഉയർത്തിയുള്ള ഒരു പരിശോധനയിലേക്ക് പോകുമെന്ന രീതിയിലുള്ള സാധ്യതകളുമുണ്ട്. കാരണം തുടർച്ചയായി അത്യാവശ്യം ശക്തമായ ഒരു സിഗ്നൽ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണല്ലോ നമ്മൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൾവേർട്ടിന്റെ മുകൾ ഭാഗം ഉയർത്തിയുള്ള പരിശോധനയിലേക്കാണോ ഇപ്പോൾ പോകുന്നത്, അതോ ആളുകൾ അതിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന എന്തോ അവർ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ ആ പരിശോധനയിൽ നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ടല്ലോ? ക്രിസ്റ്റീന, ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയുടെ പിൻഭാഗത്താണ് എന്നാണ് പറഞ്ഞത്. അതായത് അത് ഇവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട്. കൽവർട്ടിൽ നടക്കുന്ന പരിശോധന എന്ന് പറയുന്നത് ഈ 2-3 പേരെ കൂടി ഇനി കണ്ടുകിട്ടാനുണ്ട്. അതായത് ദിനേശിന്റെ കുടുംബാംഗങ്ങളെ കണ്ടുകിട്ടാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേർക്ക് വേണ്ടിയുള്ള ആ ഒരു തിരച്ചിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ഒരു പരിശോധന. കൽവേർട്ടിന്റെ അടിയിൽ ചിലപ്പോൾ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 2 വീടുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഇതിന് മുകളിൽ ഉണ്ടായിരുന്നു. ആ റോഡിന്റെ താഴെയാണ് ഈ കൽവേർട്ട്, അത് കടന്നു പോകുന്നതാണ് ഈ കൽവേർട്ട്. ആ കൽവേർട്ടിൽ ഒരുപക്ഷെ ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. സിഗ്നൽ ലഭിച്ചത് നേരത്തെ അടുക്കളയുടെ ഭാഗത്തായിരുന്നു എന്നുള്ളതാണ്. അതാണ് ആ അടുക്കള ഭാഗത്ത് നടക്കുന്ന ആ പരിശോധന. അവിടെ സിഗ്നൽ വീണ്ടും പരിശോധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്കാണ് ആ ഭാഗത്ത്, അടുക്കള ഭാഗത്ത് ഒന്നുകൂടി അതിന്റെ ഭാഗത്ത് ഒരു പരിശോധന നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് ഇനി ആളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇത് ഉയർത്തുമോ എന്നുള്ള കാര്യത്തിൽ, കാരണം അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പാതയാണിത്. അതായത് ഈ മുണ്ടക്കയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന പാതയാണിത്. ആ പാതയാണ് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന പാതയിലാണ് നമ്മളിപ്പോൾ ആ ദൃശ്യം കൃത്യമായ രീതിയിൽ തന്നെ കാണിക്കാൻ കഴിയും. ആ കൽവേർട്ടിനകത്ത് NDRF-ഉം സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന പരിശോധന നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് തിരയുകയാണ്. ആ സ്ലാബ് മാറ്റിയാൽ ഒരുപക്ഷെ അവിടേക്ക് ആ റോഡിലേക്ക് പോകാനുള്ള ആക്സസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ അതിനകത്ത് ഇറങ്ങി തിരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൈക്കോട്ടും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തിരയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ മേഖലയിൽ വെച്ച് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്താണ് അതിനകത്ത് ഉള്ളത് എന്താണ് അറിയേണ്ടത്. അവിടെ സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി അവിടെ
പൂർണ്ണമായ രീതിയിൽ അരിച്ചു പെറുക്കുന്നതാണ്. ഈ സ്ലാബ് ഉയർത്തുക പ്രായോഗികമല്ല. സ്ലാബ് ഉയർത്തിയാൽ സ്വാഭാവികമായും ആ റോഡ് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഇതിന് നേരെ പുഞ്ചിരിമട്ടത്തേക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കുന്ന ഒരു സ്ലാബാണ്. അത് ഉയർത്തി തിരിച്ചു വെക്കാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ളത് സ്ലാബ് അല്ല, ഒരു മുഴുവൻ രൂപത്തിലുള്ള ഒരു കൾവേർട്ടാണ്. ഒരു ചതുര രീതിയിലുള്ള സിമന്റ് ബ്ലോക്കാണിത്. അവിടെയാണ് ഇങ്ങനെ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പരിശോധന തുടരുകയാണ്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ NDRF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ പരിശോധനയുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മൃതദേഹമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് മറ്റേ സിഗ്നൽ പരിശോധന നടക്കുന്നതിന് തൊട്ട് മുകളിലാണ്. അത് ഇനിയും തുടങ്ങിയിട്ടില്ല. അതിന് ശേഷം വേണം ഇനിയും ഇത്തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി ആണ് അത്തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിഗ്നൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും മാറാനുള്ള നിർദ്ദേശം എല്ലാവർക്കും നൽകുന്നുണ്ട്. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് മാറണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും അപ്പുറത്തേക്ക് എന്തോ ഒരു വസ്തു എത്തിക്കുന്നുണ്ട്. കയർ വെച്ച് വലിച്ച് അപ്പുറത്തേക്ക് എന്തോ ഒരു വസ്തു എത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു കാഴ്ച അത് പക്ഷേ മൃതദേഹമാകുമോ എന്നുള്ളത് അറിയില്ല. അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നമുക്ക് ആ ദൃശ്യം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് അപ്പുറത്തേക്ക് വലിക്കുകയാണ്, കയർ വെച്ചുകൊണ്ട് വലിക്കുകയാണ്. ആ വലിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പുറത്ത് സുർജി, ഈ കൾവർട്ടിന്റെ അങ്ങേ സൈഡിൽ നിന്നാണോ വലിക്കുന്നത്? അത് അങ്ങ് സൈഡിൽ നിന്ന് വലിക്കുന്നുണ്ട്. അത് കോൺക്രീറ്റ് കട്ടയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അത് കോൺക്രീറ്റ് കട്ടയാണെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. കോൺക്രീറ്റ് കട്ടയാണ്. ആ കോൺക്രീറ്റ് കട്ടയുടെ കല്ല് മാറ്റുകയാണ്. അതായത് അതിനകത്ത് വൻ കല്ലുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ കല്ല് മാറ്റുകയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലാതെ മറിച്ചൊന്നുമല്ല. ഒരു കല്ല് രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അത് മാറ്റുകയാണ്. അപ്പുറത്ത് റഡാർ പരിശോധന പുരോഗമിക്കുന്നു. ഇപ്പുറത്ത് ഈ ഏതെങ്കിലും ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള പരിശോധന മറുഭാഗത്തും നടക്കുന്നുണ്ട്. രണ്ട് പരിശോധനയും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരേ സമയം. ഈ സിസ്റ്റം റഡാർ പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പരിശോധന, മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതെന്നറിയാൻ ഈ യൂനസിന്റെയും ദിനേഷിന്റെയും വീടിനെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പരിശോധന, അതായത് ഈ കലിങ്കിനകത്തുള്ള പരിശോധന, ഇത് സിഗ്നൽ ലഭിച്ച ആ ഇടമല്ല, ആ സ്പോട്ടല്ല എന്നല്ലേ? അതായത് സ്പോട്ട് ഈ കുറച്ചുകൂടെ മാറി ഈ യൂനസിന്റെ വീടിന്റെ അടുക്കള ഭാഗത്താണ്. അവിടെ ഇപ്പം മറ്റു തെരച്ചിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം ഇത് ഈ കലിങ്കിനകത്താണ്. ഈ ദിനേശിന്റെ വീട്ടിലെ ആൾക്കാർ ഒക്കെ കാണാതായി എന്ന് പറയുന്ന ആ സംശയം ബലപ്പെടുന്ന അത് ഈ കലിങ്ക് മേഖലയിലാണ്. അത് അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. കലുങ്കിനകത്ത് ഇനി 3 പേരെ കൂടി കിട്ടാനുണ്ട്. അവർ കലുങ്കിനകത്തുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഈ യന്ത്രക്കൈ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർ ഇറങ്ങിയും നടത്തുന്ന പരിശോധന. അതിനകത്തെ കല്ലുൾപ്പെടെ ആളുകൾ എല്ലാവരും ചേർന്ന് മാറ്റുന്നുണ്ട്. വലിയ കല്ലുകൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ കല്ലുകൾ മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറുഭാഗത്ത്, അതായത് ഇതിന്റെ മറുഭാഗത്ത് സിഗ്നൽ പരിശോധന നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഇവിടെ ഒന്ന് മാറി നിൽക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിലവിലിപ്പോൾ ഒന്നും നടക്കുന്നില്ല. ആഷ്മി, നമുക്ക് അവിടുത്തെ ശബ്ദം കേൾക്കാം. അവിടെ ഈ പറയുന്ന പോലെ ദൗത്യ സംഘം, എനിക്ക് തോന്നുന്നു ഇപ്പോഴെല്ലാവരും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ഒരു മേഖലയിലാണ്, ആ ഒരു പ്രദേശത്താണ്. നമുക്ക് കാണുന്ന ഈ കലിങ്കിന് അപ്പുറം ഇപ്പുറവും നിന്ന് ദൗത്യ സംഘം തിരയുന്നുണ്ട്. അവർക്ക് അതിനകത്തേക്ക് കൂടുതലായി ഇറങ്ങി ചെല്ലുന്നതിന് പരിമിതി ഉണ്ടെന്ന് നമുക്ക് അതിൻ്റെ ആ കലിങ്കിൻ്റെ ആകൃതിയിൽ തന്നെ വ്യക്തവുമാണ്. അപ്പോൾ രണ്ടിടങ്ങളിലായി ഒരേ സമയം തെരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റിടത്ത് നേരത്തെ യൂനിസ് സൂചിപ്പിച്ച വീടിൻ്റെ അടുക്കള ഭാഗത്താണ്. അവിടെ ഈ തെർമൽ സ്കാനർ ഉപയോഗിച്ച് വീണ്ടും റഡാർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും പരിശോധനയുണ്ട്. അതേസമയം ഈ ദിനേഷിൻ്റെ വീട്ടിലെ ഈ 3 പേർ കാണാതായി എന്ന് പറയുന്ന ആ സംശയം ബലപ്പെടുന്ന ഒരു മേഖല ഇപ്പോൾ ഈ കലിങ്കാണ്. ഈ കലിങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ തെരച്ചിൽ നടക്കുന്നത്. അവിടെ കൂടുതൽ പേരുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പുറത്തെ ഭാഗത്ത്, കലിങ്കിൻ്റെ ഒരു ഭാഗത്ത് ഇത്രയും ആൾക്കാർ നിൽക്കുകയും മറുഭാഗത്തും ഉണ്ട് ഇതേപോലെ സമാനമായ ആൾക്കാർ. അവിടെ രണ്ട് രീതിയിലും ഈ തെരച്ചിലും പരിശോധനയും
നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആൾക്കാർ ഇറങ്ങിച്ചെന്ന് നേരത്തെ നമ്മൾ കണ്ടു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ അത്യാവശ്യം മണ്ണുകൾ നീക്കി ആ കലുങ്കിൻ്റെ കവാടത്തിൽ മണ്ണ് നീക്കി ചെളിയും ഒക്കെ നീക്കിയ ശേഷം അതിനകത്തേക്ക് ആൾക്കാർ കടന്നാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്.